സ്ക്രീൻ കാണുന്നുണ്ടോ? Yes, sir. Yes, sir. Yes, sir. ഓക്കെ ഓക്കെ, താങ്ക് യു. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസ് പ്ലേറ്റിനെ പറ്റിയാണ്. സോ ഫസ്റ്റ് എന്താണ് ബേസ് പ്ലേറ്റ് എന്ന് നമുക്ക് നോക്കാം. സോ നമുക്കൊരു സപ്പോസ് വി ഹാവ് എ കോളം ആൻഡ് വി ഹാവ് എ ഫൗണ്ടേഷൻ. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ. അതേപോലെ നമുക്കൊരു ബിഗ് ഫൗണ്ടേഷൻ ഉണ്ട്. സോ നമുക്കറിയാം സ്റ്റീൽ വലിയ അല്ലെങ്കിൽ ഹെവി ലോഡ്സ് എടുക്കുന്ന ഒരു മെമ്പറാണ് സ്റ്റീൽ സ്ട്രക്ചർ. സ്റ്റീലിന്റെ സ്ട്രെസ് ഈവൻ 250 ന്യൂട്ടൺ പെർ mm² റേഞ്ചിൽ പോകുന്നതാണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് വളരെ കുറവാണ്. മേ ബി 25 FCK 30 FCK വരുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് 1/10 ആണ് സ്റ്റീലിന്റെ കപ്പാസിറ്റിയുടെ അല്ലെങ്കിൽ സ്ട്രെസ് കപ്പാസിറ്റിയുടെ 1/10 ആണ് കോൺക്രീറ്റ് ബെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾക്ക് അല്ലെങ്കിൽ സ്റ്റീൽ കോളം അല്ലെങ്കിൽ സ്റ്റീൽ കോളത്തിൽ വരുന്ന ലോഡ് നേരിട്ട് കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഇത് നമ്മൾ ഇവിടെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോക്കലായിട്ട് ക്രഷിങ് ഉണ്ടാവും. ഇവിടെ ചെറുതായിട്ട് കോൺക്രീറ്റ് പൊടിയും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇവിടെ ബ്രേക്ക് ആവും. സോ ഈ ഒരു കേസിലാണ് നമുക്ക് ബേസ് പ്ലേറ്റിന്റെ ആവശ്യമുള്ളത്. സോ ബേസ് പ്ലേറ്റ് സാധാ ഒരു പ്ലേറ്റ് ആണ്. ദ reason why we are providing base plate is to transfer the load from the steel column to the foundation effectively. So നമുക്ക് ഈ സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് കോളത്തിന്റെ ലോഡ് ഫൗണ്ടേഷനിലേക്ക്. സോ ദിസ് ഇസ് കോൾഡ് ദ ഫൗണ്ടേഷൻ, ദിസ് ഈസ് ദ കോളം ആൻഡ് ദിസ് ഈസ് ദ ബേസ് പ്ലേറ്റ്. സോ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഡിസൈൻ ഓഫ് ബേസ് പ്ലേറ്റ് ആണ്. സോ ഈ ഒരു പ്ലേറ്റ് എത്ര എന്താ പറയാ എത്ര സൈസിലുള്ള ബേസ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യണം, എത്ര തിക്നെസ്സിൽ പ്രൊവൈഡ് ചെയ്യണം എന്നെല്ലാമാണ് ഇന്നത്തെ ഒരു മെയിൻ ടൈറ്റിൽ. ഓക്കെ, സോ ഞാൻ ഇതിന്റെ തിയറി പാർട്ട് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. This is from a PDF. So the base plates for concentrically loaded columns. So നമ്മൾ അനലൈസ് ചെയ്യുന്നത് കോൺസെൻട്രിക്കലി ലോഡഡ് കോളംസ് ആണ്. അത് പറയാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോ കറക്റ്റ് ആയിട്ട് ഈ കോളത്തിന്റെ മിഡിലേക്കാണ് ലോഡ് വരുന്നതെങ്കിൽ ഈ കോളത്തിൽ നിന്ന് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെർട്ടിക്കൽ അല്ലെങ്കിൽ ആക്സിയൽ സ്ട്രെസ് മാത്രമായിരിക്കും. സപ്പോസ് നമുക്ക് ഈ ഒരു ലോഡ് റൈറ്റ്, ഈ ഒരു ലോഡ് ഓക്കെ അപ്പോഴെങ്കിൽ ലോഡ് ലൈക്ക് ഹിയർ ഇതാണ് സെന്റർ. കോളത്തിന്റെ സെന്ററിലാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ആക്സിയൽ സ്ട്രെസ് ആയിരിക്കും. കോളത്തിന്റെ സെന്ററിൽ നിന്ന് മാറിയ ലോഡ് അപ്ലൈ ചെയ്യും. ബേസിക്കലി ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും. അതെ, സെന്ററിൽ നിന്ന് മാറുമ്പോൾ ഒരു മൊമെന്റ്. സോ ഇതിപ്പോ ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് പോലെയാണ്. സോ ദിസ് വിൽ ക്രിയേറ്റ് എ മൊമെന്റ് ലൈക്ക് ദിസ്. ഇങ്ങനൊരു മൊമെന്റ് ഇത് ക്രിയേറ്റ് ചെയ്യും. സോ ടു കൗണ്ടർ ദ മൊമെന്റ് വി നീഡ് എ അറേഞ്ച്മെന്റ് ഇൻ ദ ഫൗണ്ടേഷൻ. ഈ ഒരു പ്ലേറ്റിൽ തന്നെ നമുക്കൊരു അറേഞ്ച്മെന്റ് വേണം ടു കൗണ്ടർ ദിസ് മൊമെന്റ്. ഇങ്ങനെ ഒരു റൊട്ടേഷൻ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണം. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആങ്കർ ബോൾട്ട് ആണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. നമുക്ക് ആങ്കർ ബോൾട്ട് ഇതേപോലെ പ്രൊവൈഡ് ചെയ്തിട്ടാണ്. ഈ ആങ്കർ ബോൾട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബേസിക്കലി ഈ കോളം നമുക്ക് സ്റ്റീൽ പ്ലേറ്റിലേക്ക് ബേസ് പ്ലേറ്റിലേക്ക് ഐദർ വെൽഡ് ചെയ്യാം അല്ലെങ്കിൽ ബോൾട്ട് ചെയ്യാം. എന്നിട്ട് ഈ പ്ലേറ്റ് ബേസ് പ്ലേറ്റ് നമ്മൾ ആങ്കർ ബോൾട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ പ്രൊവൈഡ് ദ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. ഓക്കെ, മൊമെന്റിന് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. സോ ദിസ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ. സോ വി ആർ സ്റ്റഡിങ് ദ calculation for finding the size as well as the thickness of base plates for concentrically loaded columns. So ഇതിന്റെ തിയറി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് തന്നെയാണ്. ബേസിക്കലി സ്റ്റീലിൽ നിന്ന് ഒരിക്കലും നേരിട്ട് കോൺക്രീറ്റിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ലോക്കൽ ത്രഷിങ് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒരു സ്റ്റീൽ പ്ലേറ്റ്, അതാണ് ബേസ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ സ്റ്റീൽ കോളത്തിൽ നിന്ന് ബേസ് പ്ലേറ്റിലേക്ക് ഇത് അതിന്റെ ഒരു ഫിഗർ കാണിക്കുന്നതാണ്. അതായത് ഇത് നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് ആണ്. ഈ കോളത്തിൽ നിന്ന് നമുക്ക് ഐദർ നമുക്ക്
ഇതില് എന്താ വെച്ചാൽ ഇതിൽ കോളത്തിന്റെ ബേസ് ആണത്. കോളത്തിന്റെ ബോട്ടം പോർഷൻ സ്റ്റീൽ പ്ലേറ്റിലേക്ക് വെൽഡ് ചെയ്തിരിക്കുന്നതാണ്. വെൽഡ് ചെയ്തിട്ട് ആങ്കർ ബോൾട്ട് ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് ടോപ്പ് വ്യൂ, ഇതാണ് സൈഡ് വ്യൂ. സോ ഇതാണ് പറഞ്ഞത്, ഇത് കോളം ഉണ്ട് നമുക്ക്. കോളത്തിലേക്ക് കോളം ഈ ബേസ് പ്ലേറ്റിലേക്ക് വെൽഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ടോട്ടൽ ബേസ് പ്ലേറ്റ് ആങ്കർ ബോൾട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്യും. അപ്പോൾ ദിസ് ആങ്കർ ബോൾട്ട് വിൽ പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു ദ റൊട്ടേഷൻ ഓഫ് ദ കോളം. ഓക്കെ, ഇനി ഈ ആങ്കർ ബോൾട്ട് പ്രാക്ടിക്കലി ചെയ്യുന്ന കേസിൽ നമ്മൾ ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ആങ്കർ ബോൾട്ട് ഇറക്കി വെക്കണം. എന്നാലാണ് ആ സെറ്റ് ആവുമ്പോൾ കോൺക്രീറ്റിന്റെ ഉള്ളിൽ ഇരിക്കുള്ളൂ. ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്ക് ഒരു ചെറിയൊരു എന്താ പറയാ പൊങ്ങി നിപ്പുണ്ടാവും. ഇത് കുറച്ച് ലെങ്ത് മുകളിൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് ബേസ് പ്ലേറ്റിൽ ഹോള് പിടിപ്പിച്ചിട്ട് ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇതിന്റെ ഒരു മേക്കിംഗ് വരുന്നത്. സോ അതിന്റെ തന്നെ പ്യുവർലി വെൽഡ് ആണ്. പക്ഷെ നമുക്ക് ഈ വെൽഡിങ് സഫീഷ്യന്റ് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ആംഗിൾ സെക്ഷൻ, നിങ്ങൾക്ക് ഇവിടെ ക്രോസ് സെക്ഷനിൽ കാണാം, ഒരു ആംഗിൾ സെക്ഷൻ എക്സ്ട്രാ കൂടി പിടിപ്പിക്കും. അപ്പൊ ഈ ആംഗിൾ സെക്ഷൻ ഇത്രയും കൂടി റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും ടു ദ ബെൻഡിങ് ഓഫ് ദ കോളം. സോ ഇതിന്റെ മെയിൻ കാര്യങ്ങൾ പറയുവാണെങ്കിൽ main karyam, the length and the width of the column base plate are usually selected multiples of 10 to thickness chosen. Okay, our range is provided. The normal thickness will be 40 to 50 mm. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ജനറൽ ഐഡിയാസ്. നോർമൽ തിക്നെസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് അതിന്റെ പ്രൊസീജിയർ ആണ്. നമുക്ക് പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ പ്രൊസീജിയർ ഇത്രയും കൂടി സിമ്പിൾ ആയിരിക്കും. സോ ഞാൻ ഇത് ഒരു PDF ആണ്, ഇതൊന്ന് വായിച്ചു നോക്കണം. കറസ്പോണ്ടിങ് കോഡൽ ക്ലോസിലേക്ക് പോവാം. സോ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ഫോർ യു. IS കോഡിന്റെ സെക്ഷൻ 7.4 ആണ് കോളം ബേസിസിനെ പറ്റി എന്താ പറയാ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പോർഷൻ വരുന്നത്. അതിൽ ജനറൽ ആയിട്ട് വാട്ട് ഈസ് റിക്വയർമെന്റ് ഫോർ എ കോളം ബേസ് പറയുന്നുണ്ട്. ആൻഡ് they are telling about friction coefficient, അതായത് coefficient between the steel base, സ്റ്റീലിന്റെ പ്ലേറ്റിന്റെയും കോൺക്രീറ്റിന്റെ സർഫസും. ബേസിക്കലി അതായത് ഈ സ്റ്റീൽ വേറൊരു എടുക്കാം, സ്റ്റീൽ പ്ലേറ്റും കോൺക്രീറ്റിന്റെ ഈ ഒരു സർഫസ്, ഈ ഒരു സർഫസിന്റെ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഷുഡ് ബി 0.45. നമ്മൾ ശരിക്കും ഇത് പ്രോപ്പർ ആയിട്ട് റഫ്നെസ് കീപ്പ് ചെയ്യണം. ദെൻ വി ഹാവ് ദ ബെയറിംഗ് സ്ട്രെസ് വാല്യൂ ഷുഡ് നോട്ട് എക്സീഡ് 0.6 FCK. FCK എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ആണ്. കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് 25 ആണ്, M25 യൂസ് ചെയ്യുന്നതെങ്കിൽ 0.6 × 25 മുകളിൽ ഒരിക്കലും അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്, കോൺക്രീറ്റിലേക്ക് വരുന്ന സ്ട്രെസ് കൂടാൻ പാടില്ല. That values are there. And we have the gusset plate. Okay, then the section 7.4.3.1 deals with how to find the thickness of the base plate. So thickness of base plate TS is equal to root of 2.5 into W into A square minus 0.3 into B square all into gamma M0 by F by, and it should be more than thickness of flange of the column. ഈ ഒരു കണ്ടീഷനിൽ നിന്നാണ് നമ്മൾ thickness of base plate ഫൈൻഡ് ചെയ്യുന്നത്. സോ ഇതിൽ ടെർമിനോളജീസ് പഠിക്കാനുണ്ട്. W എന്താണ്, A എന്താണ്, B എന്താണെന്ന് പഠിക്കാനുണ്ട്. സോ ബേസിക്കലി W എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിഫോം പ്രഷർ ഫ്രം ബിലോ ഓൺ ദ സ്ലാബ് ബേസ് അണ്ടർ ഫാക്ടറിഡ് ആക്സിയൽ ലോഡ് ഓഫ് കംപ്രഷൻ. അതായത് നമ്മൾ ഫാക്ടർ ചെയ്തിട്ട് എത്ര സ്ട്രെസ് ആണ് ബേസ് പ്ലേറ്റിലേക്ക് വരുന്നത്, ബേസ് പ്ലേറ്റ് ടു കോൺക്രീറ്റിലേക്ക് വരുന്ന സ്ട്രെസ്സിന്റെ വാല്യൂ ആണ് W. അത് ഫൈൻഡ് ചെയ്യാൻ ഇക്വേഷൻസ് ഉണ്ട്. പിന്നെ AB എന്ന് പറയുന്നത് ഇൻ വെരി സിമ്പിൾ വേ ഇറ്റ് ഈസ് ദിസ് എക്സ്ട്രാ ഓവർ ലെങ്ത്, ഈ കോളത്തിന്റെ സർഫസ് ചെയ്യുന്ന ടോട്ടൽ ഇതിന്റെ ബേസ് പ്ലേറ്റിന്റെ സൈഡിലേക്കുള്ള ടോട്ടൽ വാല്യൂസ് ഒരു ഡയറക്ഷനിലേക്ക് എയും
ഒരു ഡയറക്ഷനിലേക്ക് BO ആണ്. So it is a larger and smaller projection respectively of the slab base beyond the rectangle circumscribing the column, and TF is the flange thickness of the compression member. Okay, നമുക്കൊരു പ്രോബ്ലം നോക്കാം. The problem is to design a simple base plate of IS HB 400 at the rate 0.822 kilonewton per meter column to carry a fractured load of 1800 kilonewton. So നമുക്ക് തന്നിരിക്കുന്നത് IS HB 400 ആണ്. The weight per meter length 0.822 kilonewton per meter ആണ്. ലോഡ് എടുക്കേണ്ടത് 1800 kilonewton ആണ്. സോ നമുക്ക് IS കോഡിന്റെ അനക്സിലുള്ള ടേബിളിൽ നിന്ന് നമുക്ക് IS HB യുടെ എല്ലാ പ്രോപ്പർട്ടീസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ഉള്ളത് FCU, അതായത് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് വരുന്നത് 40. അപ്പൊ M40 യൂസ് ചെയ്തിട്ടുണ്ട്. yield stress 250 ആണ്. ഗാമ M ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.10. സോ നമ്മുടെ ടേബിളിൽ നിന്ന് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഒന്ന് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് IS HB is equal to 12.7 mm. So ഇത് I section ആകുമ്പോൾ ഇത് വെബ് പോർഷൻ ആണ്, ഇത് ഫ്ലാഞ്ച് ആണ്. So we have two flanges. So thickness of flange is 12.7 mm. ഇനി bearing strength of concrete. So as per the caudal value 0.6 FCU നേക്കാളും ഒരിക്കലും കൂടുതൽ പോകാൻ പാടില്ലെന്നാണ്. So we are taking approximately the bearing strength of concrete is equal to 0.4 into FCU is equal to 0.4 into 40. So 16 Newton per mm square ആണ്. അതായത് ഇത്രയും സ്ട്രെസ് ആണ് കോൺക്രീറ്റിൽ വരാൻ പാടുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഏരിയ റിക്വയർഡ്. സോ നമുക്ക് ടോട്ടൽ ലോഡ് അറിയാം, ഇത്രയും ലോഡാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇത്രയും ലോഡ് ഇത്രയും സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എത്ര ഏരിയ ഓഫ് പ്ലേറ്റ് വേണം. സോ ജസ്റ്റ് ലോഡ് ഡിവൈഡ് ബൈ ദ സ്ട്രെസ് വിൽ ഗീവ് യു ദ ഏരിയ. സോ ടോട്ടൽ ലോഡ് 1800 kilonewton ആണ്. അതിനെ കൺവേർട്ട് ചെയ്ത് ന്യൂട്ടണിലേക്ക് ഡിവൈഡ് ബൈ സ്ട്രെസ് വിൽ ഗീവ് യു 1,12,500 mm square. സോ ഇത്രയും ഏരിയ ഉള്ള ഒരു ബേസ് പ്ലേറ്റ് വേണം പ്രോപ്പർ ആയിട്ട് കോളത്തിൽ നിന്ന് കോൺക്രീറ്റിലേക്ക്, അതായത് ഫൗണ്ടേഷനിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. പ്രൊവൈഡഡ് ഇത്രയും 16 Newton per mm square സ്ട്രെസ്സേ വരുള്ളൂ. സോ ഇത്രയും ഏരിയ ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്ക് I section ആണ്. I section ആകുമ്പോൾ വി ക്യാൻ പ്രൊവൈഡ് എ റെക്ടാങ്കുലർ ബേസ് പ്ലേറ്റ്. I section IS HB 400 ആയതുകൊണ്ട് ടോട്ടൽ ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 400 ആണ്. So we are taking the one dimension as 450. 450 ഒരു ഡയമെൻഷൻ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ ഡിവൈഡ് ബൈ one side will give you the second side. So use plate of 450 by 300. So ഈ പ്ലേറ്റ് യൂസ് ചെയ്യുമ്പോൾ we are getting a total area of 1,35,000 which is required. അപ്പൊ നമുക്ക് റിക്വയർഡ് ഏരിയനേക്കാളും മുകളിൽ നമ്മൾ ഏരിയ എടുത്തു. ആൻഡ് assuming a projection of 25 mm on each side. So നമുക്ക് ടോട്ടൽ 450 ഉണ്ട് ബേസ് പ്ലേറ്റിന്റെ ടോട്ടൽ വിഡ്ത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രൊജക്ഷൻ എടുത്തു 25 mm projection on the major axis as well as on the minor axis. So ഞാൻ പറഞ്ഞു AB both are the projections on the base plate. ഈ കോളത്തിൽ നിന്ന് എത്ര പ്രൊജക്ഷൻ വരുന്നുണ്ടെന്നുള്ള വാല്യൂ ആണ് A യും B യും. Taking both values 25 mm. Then we have the actual ആയിട്ട് എത്ര സ്ട്രെസ് വരുന്നുണ്ട്. നമുക്ക് റിക്വയർമെന്റ് ഉണ്ടായിരുന്നത് ഇതാണ് 1,12,000 ആയിരുന്നു. പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്തത് 1,35,000 ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഏരിയ കൂടുതലാണ്, സ്ട്രെസ് കുറവായിരിക്കും, 16 താഴെ ആയിരിക്കും. So we're recalculating the actual stress on the concrete. So total load divided by the provided area of the base plate will give you 13.33. കൃത്യമാണ്, നമുക്ക് 16 പാടുള്ളൂ. We only provided 13.33 Newton per mm square. ഇനി നമുക്ക് so we fix the dimension of the അതിന്റെ സൈസ് നമ്മൾ ഫൈൻഡ് ചെയ്തു ബേസ് പ്ലേറ്റിന്റെ. Now we require the thickness. So thickness ഫൈൻഡ് ചെയ്യാനായിട്ട്
IS കോഡിലുള്ള ഇക്വേഷൻ ഞാനിപ്പോൾ കാണിച്ച ഇക്വേഷൻ TS is equal to root of 2.5 W into A square minus 0.3 into B square into gamma M0 by Fy. So നമുക്കറിയാം എല്ലാ വാല്യൂസും 2.5 is a constant. W, but we got actual stress. So 2.5 into 13.33 into, so we provided same value for A and B. So A the value 25 square minus 0.3 into 25 square into 1.10, which is the gamma M, all divided by 250 will give you 8 mm. Hence, check under thickness of flange in the value 12.7. Code E value should be more than the thickness of flange. So the value 8.01. So we have to provide a minimum of 12.7. So hence provide a base plate of thickness not less than 12.7 as per the IS code. Since the available next higher thickness of plate is 16 mm. So this is the plate market. A fixed dimension or fixed thickness plate so 12.7 and the thickness steel available. 12 is available. It will be only for the 16 mm. So requirement in a quarter thickness. Next available thickness is 16 mm. So we are providing a base plate of 450 by 300 by 16 mm to properly transfer the load from this column ISHB 400 at the rate 0.82 to the concrete. So the base plate design chedu. ഒന്നുകൊണ്ട് റിമൈൻഡ് ചെയ്യുവാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തത് പ്യുവർലി കോൺസെൻട്രിക്കലി ലോഡഡ് കോളംസ് ആണ്. അപ്പോൾ ഞാൻ ഫിഗറിലേക്ക് വരുവാണെങ്കിൽ കോൺസെൻട്രിക്കലി ലോഡഡ് കോളംസ് ആയതുകൊണ്ട് മാത്രമാണ് ആക്സിയൽ സ്ട്രെസ് വരുന്നത്. ഇതേപോലെ എക്സെൻട്രിക്കലി ആയിരുന്നെങ്കിൽ യു ഹാവ് ടു പ്രൊവൈഡ് ദ ആങ്കർ ബോൾട്ട്. ഇതേപോലെയുള്ള ആങ്കർ ബോൾട്ട് പ്രൊവൈഡ് ചെയ്ത് ഈ മൊമെന്റ് റെസിസ്റ്റ് ചെയ്യണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എങ്ങനെയാണ് മൊമെന്റ് വരുമ്പോൾ how to provide the anchor bolt എന്ത് dimension ആണ് എത്ര സൈസ് ആണ് വേണ്ടതെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഞാൻ ഈ ഒരു PDF ഷെയർ ചെയ്യാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? No, sir. Okay. നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. Thank you, sir. Thank you, sir.